ഹലോ ഫാം, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ മലായി പനീർ ക്യൂബ്സാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ മേടി കൊടുക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു സവാളയാണ്. നമുക്കിപ്പം എത്ര ക്വാണ്ടിറ്റിയിലാണോ വേണ്ടത് അതനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ബട്ടറിലിട്ട് വഴറ്റി മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു പാനിലേക്ക് വീണ്ടും ബട്ടർ അല്ലെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് ഗീ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നാച്ചുറൽ ഫ്ലേവറിന് വേണ്ടി ഗ്രാമ്പൂവും പട്ടയും ഇവിടെ 1-2 പീസ് മാത്രമേ ഞാനിവിടെ ഇടുന്നുള്ളൂ. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സെറ്റായി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. നമ്മളിതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി എടുക്കാം. തക്കാളി ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ തക്കാളി നല്ല മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മിക്സ് ചെയ്തിരിക്കുന്നതിനകത്തോട്ട് നമുക്കിനി തക്കാളിയുടെ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മുതലായവ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് ഹൈലൈറ്റ് പാർട്ടെന്ന് പറയുന്നത് കാഷ്യൂ ആണ്. നമ്മൾ കാഷ്യൂനട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതാണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പനീർ കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും സ്വാദിഷ്ടമായ ഒരു പാർട്ടെന്ന് പറയുന്നത് ഈ ആഡ് ചെയ്യുന്ന കാഷ്യൂനട്ടാണ്. നല്ല ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒത്തിരി പ്രോട്ടീൻ റിച്ച് കണ്ടൻറ്റ് ഉള്ളതാണ് ഈ പനീറിനകത്ത്. അതിലേക്ക് കാഷ്യൂനട്ടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി അത് ഹെൽത്തിയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കാണിച്ച പനീർ തന്നെ വേണമെന്നില്ല. നമുക്ക് പനീർ ഈസി ആയിട്ട് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഏത് പനീറാണോ ഉള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മല്ലിയില ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല. അല്ലാത്തവർക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഫ്ലേവർ അത് നമുക്ക് തരും. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പനീർ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക.